സങ്കീർത്തനങ്ങളുടെ തീരത്തിലൂടെയുള്ള തീർത്ഥയാത്രയുടെ ഒരു സമയമാണിത്. 1-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ദൈവവചനം വ്യക്തമായി തരുന്നുണ്ട്. ലോകത്തിലുള്ള ഒരു മനുഷ്യനോട് ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെങ്കിൽ അധികം സൗന്ദര്യമുള്ളവരും ഒത്തിരി ബിസിനസ്സുകൾ ഉള്ളവരും ഒത്തിരി സമ്പാദ്യങ്ങളുള്ളവരും ആരോഗ്യമുള്ളവരും ഭാഗ്യവാന്മാരാണെന്ന് പറയും. ലോട്ടറി ഈ കാലങ്ങളിൽ മിക്കവരും എടുക്കുന്നവരാണ്. ലോട്ടറി അടിക്കുന്നവരെ കുറിച്ച് നാം പറയുന്നു ഭാഗ്യവാന്മാരാണവർ. ലോട്ടറി കച്ചവടക്കാർ ഓരോരുത്തരോടും വിളിച്ചു പറയുന്നു നിങ്ങൾ നാളത്തെ ഭാഗ്യവാനാണെന്ന്. എന്നാൽ ദൈവവചനത്തിൽ ഭാഗ്യവാൻ ആരാണെന്ന് പറയുന്നത് 1-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ, തിരുവചനത്തെ ധ്യാനിക്കുന്നവനും അതിൽ സന്തോഷിക്കുന്നവനുമാണ് ഭാഗ്യവാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് തിരുവചനത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാകുന്നത്? എങ്ങനെയാണ് തിരുവചനത്തിൽ സന്തോഷിക്കുന്നവൻ ഭാഗ്യവാനാകുന്നത്? എപ്രകാരം ഭാഗ്യാവസ്ഥയിലേക്ക് തിരുവചനം നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം താഴെയാണ്, അതിന്റെ ഉത്തരം താഴെയാണ് നാം വായിക്കുന്നത്. അതിങ്ങനെയാണ്: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഭാഗ്യാവസ്ഥയെ ദൈവവചനം നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഇല വാടാത്ത വൃക്ഷമായിരിക്കും എന്നുള്ളതാണ്. അവന്റെ ഇല വാടിപ്പോവുകയില്ല, മാത്രമല്ല തക്ക സമയത്ത് അവൻ ഫലം കായ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവവചന പ്രകാരം ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് തഴച്ചു വളരുന്ന, പച്ചപ്പോടുകൂടെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇല വാടുകയില്ല എന്നുള്ളതാണ് സത്യം. പ്രതികൂലങ്ങൾ ഏറെ വന്നാലും, പ്രതിസന്ധികൾ ഏറെ വന്നാലും തലകുനിച്ചു നിൽക്കാത്ത ഒരു വിശ്വാസിയെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ന്യായപ്രമാണ ധ്യാനത്തിലൂടെ മാത്രമാണ്, തിരുവചന ധ്യാനത്തിലൂടെ മാത്രമാണ്. നമ്മളുടെയൊക്കെ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവവചനമാണ് ഭക്തന്മാരുടെ ആശ്വാസം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ കൂടെയാണ് ഒരുവൻ അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നത്. ലോകത്തിൽ ആർക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ പറ്റുന്നില്ലെങ്കിലും ദൈവവചനത്തിന് ഭക്തന് മറുപടി ഉണ്ട്. ദൈവവചനത്തിൽ കൂടെ ഭക്തന് മറുപടി ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ നീർച്ചുഴികളായി നമ്മെ ഇട്ട് വട്ടം കറക്കുമ്പോഴും, പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റിൽ ഒരു ഭക്തൻ അകപ്പെടുമ്പോഴും അവന്റെ സങ്കേതം എന്ന് പറയുന്നത് ന്യായപ്രമാണ ധ്യാനമാണ്, തിരുവചന ധ്യാനമാണ്. അങ്ങനെയുള്ളവന്റെ ഇല വാടുവാൻ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെയുള്ളവൻ തക്ക കാലത്ത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് തിരുവചന പ്രകാരം, 1-ാം സങ്കീർത്തന പ്രകാരം ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, തിരുവചനത്തെ സ്നേഹിക്കുവാൻ, തിരുവചനത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ 100% ദൈവിക ശബ്ദമായി അംഗീകരിക്കുവാൻ കഴിയുന്ന ഏതൊരു ഭക്തനെ കുറിച്ചും ദൈവവചനം പറയുന്നു അവൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവവചനത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ താങ്കൾ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. നിങ്ങളുടെ തല താഴുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ അവൻ കൂടെ ഉണ്ടാകും. ഈ പ്രതിസന്ധിയിലും ദൈവം തൻ്റെ ഭക്തന്മാരെ കരുതുവാനും ബലപ്പെടുത്തുവാനും ശക്തനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷാജി അബ്രഹാം.